ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ മെച്ചപ്പെട്ട പോളിംഗ്. തമിഴ്നാട്ടിൽ 50%, കർണാടകത്തിൽ 45% പോളിംഗ് രേഖപ്പെടുത്തി. പശ്ചിമബംഗാളിലെ റായ്ഗഞ്ചിൽ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന്റെ വാഹനം തൃണമൂൽ പ്രവർത്തകർ തകർത്തു. പോളിംഗ് ബൂത്തിൽ മതിയായ സുരക്ഷ ഇല്ലെന്ന് തൃണമൂൽ പ്രവർത്തകർ ബൂത്തുകൾ കയ്യേറിയതായും സലീം ആരോപിച്ചു. 95 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും തമിഴ്നാട്ടിലെ 18ഉം ഒഡീഷയിലെ 35ഉം നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ്, പൊള്ളാച്ചിയിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, തിരുനെൽവേലിയിൽ നിന്ന് R കിരൺ ബാബു എന്നിവർ ചേർന്നു. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, എങ്ങനെ പുരോഗമിക്കുന്നു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ? തന്നെ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 5 മണിക്ക് തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാകും. എന്നാൽ 5 മണിക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നിരയുണ്ടെങ്കിൽ അവർക്ക് കൂടി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് ഒരുക്കുക. ഇതുവരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇപ്പോഴുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് തന്നെ ഉച്ചയ്ക്ക് 3 മണി വരെ ഉത്തരേന്ത്യയിൽ മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലേക്ക് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 40%-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് 3 മണി വരെയുള്ള കണക്കുകളാണ് പുറത്തുവിടുന്നത്. അസമിലാണ് ഏറ്റവും മികച്ച പോളിംഗ് ഉത്തരേന്ത്യയിലുള്ളത്. 52% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്ന ബീഹാറിൽ 40%-ന് മുകളിലാണ് ഇപ്പോൾ വോട്ടിംഗ് ശരാശരി എത്തിയിട്ടുള്ളത്. ഒഡീഷയിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും അതോടൊപ്പം തന്നെ 35 നിയമസഭാ സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് 3 മണി വരെ 35% ആളുകളാണ് ഒഡീഷയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ 47ഉം പശ്ചിമബംഗാളിൽ 51% വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ജമ്മു കാശ്മീരിൽ വോട്ടിംഗ് നില മോശമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 32% ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മണിപ്പൂരിൽ മികച്ച പോളിംഗ് ആണ് 3 മണി വരെ ഉണ്ടായിട്ടുള്ളത്, 51% എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിലെ പ്രത്യേകമായ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ വൈകിട്ട് വോട്ടിംഗ് ശതമാനത്തിൽ കാതലായ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. അതായത് ഗുജറാത്ത്, മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി ദുരന്തം വിധിച്ചു എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 12:30-ക്ക് ശേഷം പിന്നീട് ഒരു നീണ്ട നിര ഒരു പോളിംഗ് ബൂത്തുകളിലും കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 3 മണിക്ക് ശേഷം വീണ്ടും അധികമായി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ഇത് അവസാനപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ വലിയ തോതിൽ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റമുണ്ടാക്കുക തന്നെ ചെയ്യും. ഏറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ പോകുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു. ചില പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറ് ആയതിനെ തുടർന്ന് വോട്ടെടുപ്പ് കുറച്ചു സമയമൊക്കെ തടസ്സപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിൽ വ്യാപകമായ അക്രമമാണ് ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിനെതിരെ ആക്രമണം ഉണ്ടായി. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത് എന്നാണ് CPIM പറയുന്നത്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തന്നെ സർക്കാരിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. BJP-യും ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡ് പിടിച്ചുവെക്കുകയും അവരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷം തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പോലും അവിടെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അനുവദിച്ചില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. സംസ്ഥാനങ്ങളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ്. തിരുനെൽവേലിയിൽ നിന്ന് R കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, തമിഴ്നാട്ടിൽ ഭേദപ്പെട്ട പോളിംഗ് ആയിരുന്നോ ഉണ്ടായിരുന്നത്? സമാധാനപരമായ അന്തരീക്ഷമാണോ ഇപ്പോഴുമുള്ളത്? വിവരങ്ങൾ. തൂത്തുക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഒറ്റപ്പിടാരം നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരു VIP പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വനിതാ നേതാക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജാനകി രാമേന്ദ്രൻ ഏതാനും ദിവസങ്ങളും 14 വർഷം ജയലളിതയും മുഖ്യമന്ത്രിയായിരുന്ന ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തെ 2 പ്രധാന വനിതാ നേതാക്കളാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. DMK കോൺഗ്രസ് മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് DMK നേതാവും കരുണാനിധിയുടെ മകളുമായ കനിമൊഴിയാണ്. എതിർ സ്ഥാനത്ത് ADMK BJP മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷ കൂടിയായ തമിഴ് ഇശൈ സൗന്ദരരാജനാണ്. ഇങ്ങനെ 2 പ്രധാന വനിതാ നേതാക്കൾ തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. തൂത്തുക്കുടി മണ്ഡലത്തിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയുണ്ട്. തൂത്തുക്കുടി വെടിവെപ്പ് നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഈ നാട്ടിൽ ആ വെടിവെപ്പ് തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വെടിവെപ്പായിരുന്നു ഇത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഈ തമിഴ്നാട് വെടിവെപ്പ് എത്രത്തോളം, ഈ തൂത്തുക്കുടിയിലെ വെടിവെപ്പ് എത്രത്തോളം എഫക്റ്റ് ആവും എലക്ഷൻ? தூத்துக்குடியில் ஸ்டெர்லைட்டுன்னு ஒரு ஆலை இருந்துச்சு பல வருஷத்துக்கு முன்னால். அது என்னாச்சுன்னா மக்களுக்கு அடிக்கடி போராட்டம் பண்ணி அந்த ஆலையை அகற்றுனுச்சு. எல்லாருமே போராட்ட வழியாக போராடி பார்த்தாங்க. எல்லா கட்சிக்காரங்களுமே போராடி பார்த்தாங்க. சமூக இது பண்ணாங்க. மக்களும் சேர்ந்து போராட்டம் பண்ணாங்க. அந்த போராட்டத்தில் கலவரமாகி 13 பேரை சுட்டு இந்த ஆளுங்கட்சியும் மத்திய சர்க்காரும் சேர்ந்து 13 பேரை சுட்டுட்டாங்க. துப்பாக்கி சூடு நடந்த சம்பவம் அது இப்போ இந்த தேர்தலை ஒட்டி இந்த விஷயம் பெருசாக பேசப்படும்.
அதனால் மக்கள் வந்து கொந்தளிச்சிருக்காங்க இந்த ஆட்சி மேலே. நான் டிடிவி தினகரன் அணியில் இருக்கேன். அதனால் இந்த ஆட்சி மேலே எதிர்க்கட்சியில் ஓட்டு போடும். எங்களுக்கும் வாய்ப்பு இருக்குது, திமுகவுக்கும் വായ്പ ഇருக்கு. ശരി, കിരൺ തിരുനെൽവേലിയിൽ നിന്നാണ് കിരൺ വിവരങ്ങൾ നൽകുന്നത്. പൊള്ളാച്ചിയിൽ പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, തമിഴ്നാടിന്റെ തന്നെ ദക്ഷിണ മേഖലയിലെല്ലാം സമാധാനപരമായ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് പൊള്ളാച്ചി ഭാഗങ്ങളിലുള്ള അവസ്ഥ? വോട്ട് ചെയ്യാൻ ഒരുപാട് പേർ എത്തിച്ചേരുന്നുണ്ടോ? സമാധാനപരമായ അന്തരീക്ഷമായിരുന്നോ വോട്ടിംഗ് ബൂത്തുകളിലൊക്കെ ഉണ്ടായിരുന്നത്? വിവരങ്ങൾ. രാവിലെ മുതൽ തന്നെ പൊള്ളാച്ചിയിലെ വിവിധ ബൂത്തുകളിലെല്ലാം തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കോയമ്പത്തൂരിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ADMKയും DMKയും നേരിട്ട് മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളും ടിറ്റി ദിനകരൻ്റെ ഉൾപ്പെടെ, അതുപോലെ കമലഹാസൻ്റെ ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികളും വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ കമലഹാസൻ്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തിലെ ഇവിടുത്തെ സ്ഥാനാർത്ഥി, പൊള്ളാച്ചിയിലെ സ്ഥാനാർത്ഥി മൂകാംബി കൂടി ചേരുന്നുണ്ട്. മാഡം, എങ്ങനെയുണ്ട് ഇലക്ഷൻ? ரொம்ப நல்லா போயிட்டு இருக்குது. ஆல்மோஸ்ட் 50% போலாக இருக்குதுங்க. இன்னும் நல்லா போகணும். இன்னும் ஒரு 3 hours டைம் இருக்குது. இன்னும் எல்லாரும் ஓட்டு போட கண்டிப்பாக வரணும். 70-75% போலான்னா இட்ஸ் வெரி குட். மக்கள் நீதி மையம் ஃபர்ஸ்ட் எலெக்ஷன் இது. அப்போ எல்லா மண்டலத்திலும் எப்படி இருக்குது உங்களுக்கு? ஆல் ஓவர் தமிழ்நாடு இட்ஸ் கோயிங் வெரி குட். താങ്ക് യു. അതാണ് മികച്ച ഒരു പ്രതീക്ഷയാണ് കമലഹാസന്റെ പാർട്ടിയായിട്ടുള്ള മക്കൾ നീതി മയ്യത്തിന്റെ സ്ഥാനാർത്ഥി നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇത്തവണ അവർക്ക് എത്രത്തോളം വോട്ട് കിട്ടും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയാണുള്ളത്. കോയമ്പത്തൂരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇതുവരെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിൽ BJPക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ. ബംഗളൂരുവിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു നിർമ്മല സീതാരാമന്റെ പ്രതികരണം. കേന്ദ്രത്തിലും തമിഴ്നാട്ടിലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായി കോൺഗ്രസ് നേതാവ് P. ചിദംബരം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി ഇടപെടണമെന്നും DMK നേതാവ് MK സ്റ്റാലിൻ പ്രതികരിച്ചു. മതേതര സർക്കാർ അധികാരത്തിലെത്തുമെന്നും കർണാടകയിലെ 14-ൽ 10 സീറ്റും കോൺഗ്രസ് JDS സഖ്യം വിജയിക്കുമെന്നും HD ദേവഗൌഡ പറഞ്ഞു. I can see that there is a positive response. People are really, you can see in their eyes a certain gladness about having to come and cast the vote. There's never a tussle as regards BJP's seat. The party's decision is the final, and all of us have worked and campaigned for the party. Tamil people want a change of government both at the center and following that in the state. That is why there's overwhelming support for the secular progressive front formed by the DMK, Congress and the allied parties. I have voted and I appeal to people to vote for the democratic secular front. தமிழ்நாட்டிலே இரண்டாம் கட்டமாக தமிழகம் முழுவதும் தேர்தல் நடைபெற்றுக் கொண்டிருக்கின்றது. கன்னியாகுமரி மாவட்டத்திலே நான் தற்போது என்னுடைய വാക്കുരിമയെ നിറവേറ്റിവിട്ട് വന്നിരിക്കുന്നേൻ. ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തുന്നതിനിടെ BJP MPക്ക് നേരെ ഷൂവേർ. GVL നരസിംഹറാവുവിനെതിരെയാണ് ഷൂവേർ ഉണ്ടായത്. കാൺപൂർ സ്വദേശിയായ ഡോക്ടർ ഭക്തി ഭാർഗവയാണ് ഷൂ എറിഞ്ഞതിന് പിടിയിലായത്. ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് BJP ആരോപിച്ചു. മലേഗ കൂട്ടക്കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട പ്രഗ്യാ സിംഗ് താക്കൂർ ഭോപ്പാലിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനെ ന്യായീകരിച്ച് സംസാരിക്കുകയായിരുന്നു റാവു. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. S. ശ്രീധരൻപിള്ളയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. CPM നേതാവ് V. ശിവൻകുട്ടിയുടെ പരാതിയിലാണ് നടപടി. സംഭവത്തിൽ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് ശ്രീധരൻപിള്ള. ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയമാക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായിയും ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ, ഏത് മതക്കാരാ, ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. മുസ്ലിം വിരുദ്ധമായ ഈ പരാമർശത്തിന്റെ പേരിലാണ് BJP സംസ്ഥാന പ്രസിഡന്റ് P. S. ശ്രീധരൻപിള്ളയ്ക്കെതിരെ ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുക, വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു വിവാദ പരാമർശം. ഇതിനെതിരെ CPM നേതാവ് V. ശിവൻകുട്ടി നൽകിയ പരാതിയിലായിരുന്നു നടപടി. പരാമർശം വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കണ്ടെത്തിയിരുന്നു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് കാട്ടി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
വനിതാ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നതായി ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. LDF കൺവീനർ മോശം പരാമർശം നടത്തിയ സംഭവത്തിൽ ഫോണിൽ വിളിച്ച് കാര്യം അന്വേഷിക്കാൻ പോലും കമ്മീഷൻ തയ്യാറായില്ല. എന്നാൽ കെ സുധാകരനെതിരായ ആരോപണത്തിൽ ഉടൻ നടപടി തുടങ്ങി. സാധാരണക്കാരിക്ക് ലഭിക്കേണ്ട പരിഗണന പോലും ലഭിച്ചില്ലെന്നും എവിടെ നിന്നും സഹായം ലഭ്യമായിട്ടില്ലെന്നും രമ്യ തൃശൂരിൽ പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിലെ പ്രചാരണത്തിന് ശബരിമല വിഷയമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എന്തു പറയുമെന്ന് ഇന്നറിയാം. BJPയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്ന മോദി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. അവസാന ദിവസങ്ങളിലെ പ്രചാരണത്തിന് RSSന്റെ നേതൃത്വത്തിൽ വൻ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക. പ്രചാരണത്തിന് അവസാന ദിവസങ്ങളിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് BJPയുടെ തന്ത്രം. ഇത് മുൻനിർത്തിയുള്ള പ്രസംഗം പ്രധാനമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കാം. ശബരിമല വിശ്വാസം, ദേശീയത എന്നിവ നരേന്ദ്രമോദി പ്രധാന വിഷയമാക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് പരിപാടി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. അവസാന ദിവസങ്ങളിലെ BJP പ്രചാരണം പൂർണ്ണമായും RSS നിയന്ത്രണത്തിലാണ്. ഓരോ ബൂത്തുകളിൽ നിന്നും ലഭിക്കുന്ന വോട്ടുകളുടെ കൃത്യമായ കണക്കെടുത്താണ് നീക്കം. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പ്രചരണ യോഗങ്ങളിൽ വരെ ശബരിമല പരാമർശിച്ച മോഡിയുടെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നീക്കം എന്തായിരിക്കും? തീർച്ചയായും ശബരിമലയിലൂന്നിയുള്ള കടുത്ത നീക്കങ്ങൾ തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കാം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും TG സജിത്, ന്യൂസ് 18. അവസാനവട്ട പ്രചാരണത്തിനായി താരപ്രചാരകർ വടക്കൻ കേരളത്തിലേക്ക്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും അമിത്ഷായും പ്രചാരണത്തിനെത്തും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ബൃന്ദ കാരാട്ട് എന്നിവർ ഇടതുമുന്നണിക്കായി പ്രചാരണം നയിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന 3 ദിവസവും കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. പ്രചാരണം അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ 3 മുന്നണികളുടെയും ദേശീയ നേതാക്കൾ വടക്കൻ കേരളത്തിൽ സജീവമാവുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ മുമ്പില്ലാത്ത വിധം മലബാറിൽ ദേശീയ നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. പ്രിയങ്ക ഗാന്ധി 20-ന് വയനാട്ടിലെത്തും. കോൺഗ്രസ് നേതാക്കളായ നവജ്യോതി സിംഗ് സിദ്ധു, ഗുലാം നബി ആസാദ്, സച്ചിൻ പൈലറ്റ്, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയ നേതാക്കൾ ഇന്ന് കോഴിക്കോട്, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിലുണ്ട്. കോഴിക്കോട്ടെ UDF പ്രവർത്തകരിൽ ആവേശമുയർത്തി ഇന്ന് സിദ്ധുവിന്റെ റോഡ് ഷോ നടന്നു. UDF തികഞ്ഞ പ്രതീക്ഷയിലാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. എല്ലാ ഘടകങ്ങളും UDFന് അനുകൂലമായിരിക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. രാഹുലിനെതിരെ പ്രചാരണത്തിനായി അടുത്ത ദിവസം വയനാട് മണ്ഡലത്തിലെത്തുമെന്നാണ് BJP നേതൃത്വത്തിന്റെ അറിയിപ്പ്. സ്മൃതി ഇറാനി, ക്രിക്കറ്റ് താരങ്ങളായ ശ്രീശാന്ത്, ഗൗതം ഗംഭീർ എന്നിവരെയും മണ്ഡലത്തിലെത്തിക്കാനാണ് നീക്കം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് വയനാട്ടിൽ LDF പ്രചരണത്തിനായുണ്ട്. ബൃന്ദ കാരാട്ടും വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രചരണ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി വരുന്ന 3 ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ്. പ്രചരണ രംഗത്ത് ദേശീയ നേതാക്കളുടെ സാന്നിധ്യമുണ്ടാക്കുന്ന ആവേശം വോട്ടായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. CPIക്ക് വേണ്ടിയുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് RSSനെതിരായ പരാമർശങ്ങൾ ഒഴിവാക്കാൻ പ്രസാർ ഭാരതി നിർദ്ദേശം. ദൂരദർശനായുള്ള 5 മിനിറ്റ് പ്രസംഗത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചതിനെ തുടർന്ന് സംപ്രേഷണത്തിൽ നിന്ന് CPI പിന്മാറി. പ്രസംഗം ചെറിയ മാറ്റങ്ങളോടെ റെക്കോർഡ് ചെയ്യാൻ ആകാശവാണി തയ്യാറായതായി ബിനോയ് വിശ്വം പറഞ്ഞു. ലഭ്യമായ സമയത്ത് സ്വന്തം നിലപാട് വോട്ടർമാരോട് ആശയവിനിമയം ചെയ്യുമ്പോൾ ഏതെല്ലാം വാക്കുകൾ പറയാം, ഏതെല്ലാം ആശയങ്ങൾ പറയാം, ഇതൊക്കെ തീരുമാനിക്കാൻ ഒരു അധികാരിക്കും അവകാശമില്ല. പക്ഷെ അവർ പറയുന്നു അത്തരമൊരു പ്രക്ഷേപണത്തിൽ RSSന്റെ പേര് പറയാൻ പാടില്ല. ജനാധിപത്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പൗരനും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ കൊടുത്ത അവകാശങ്ങളെ കടന്നാക്രമിക്കലാണ്. ഉറപ്പായിട്ടും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടേക്കപ്പ് ചെയ്യും. ഇലക്ഷൻ കമ്മീഷന് ഇതേപ്പറ്റിയുള്ള പരാതി കൊടുക്കും ഞങ്ങൾ. 3 വയസ്സുകാരന്റെ തലയ്ക്ക് തടികൊണ്ടടിച്ചത് അമ്മ തന്നെയാണെന്ന വാർത്തയുടെ ഞെട്ടലിൽ കേരളം. ശരീരത്തിൽ ചട്ടുകം വെച്ച് പൊള്ളിച്ചതും അമ്മയാണെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കുമെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. കുട്ടിയുടെ നില അതീവ ഗുരുതരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു.
മംഗലാപുരത്തു നിന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെത്തിച്ച 17 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയായി. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ രാവിലെയാണ് തുടങ്ങിയത്. അതിസങ്കീർണമായ രോഗങ്ങളുള്ള കുഞ്ഞിന്റെ ശസ്ത്രക്രിയ അപകടകരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. എൻ ശ്രീനാഥ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ പറയുന്നത്? കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണോ? വിവരങ്ങൾ. രാവിലെ 8:30 മണിക്ക് ആരംഭിച്ച ശസ്ത്രക്രിയ ഏതാണ്ട് 3 മണിയോടെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഹൃദയ അറകളിലേക്ക് രക്തം എത്തിക്കുന്ന വെൻട്രിക്കിളിന്റെ ദ്വാരം അടയ്ക്കുക, ഹൃദയ വാൽവിലെ ദ്വാരം അടയ്ക്കുക, രക്തധമനികൾ ചുരുങ്ങിയിരിക്കുന്നത് പരിഹരിക്കുക എന്നീ 3 പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകളാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ഈ 3 ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ഫലം അറിയണമെങ്കിൽ 48 മണിക്കൂർ കാത്തിരിക്കണം. ശരീരം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയണമെങ്കിൽ 48 മണിക്കൂർ സമയം വേണം എന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് കുട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കഴിയുന്നത്. ഇപ്പോഴും ഈ ഓപ്പറേഷന് ശേഷവും വെന്റിലേറ്റർ സഹായത്താൽ തന്നെ ആണ് കഴിയുന്നത്. അത് ഇനി ഏതാണ്ട് 4-5 ദിവസത്തിന് ശേഷം മാത്രമേ വെന്റിലേറ്റർ മാറ്റി ഒരു പരീക്ഷണം നടത്താൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എങ്കിലും കുട്ടിയുടെ അപകടനില ആരോഗ്യത്തിലെ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. 4:30 ശേഷം ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് പുറത്തിറക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി ശ്രീനാഥ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ച 4 ദിവസം പ്രായമുള്ള കുട്ടിയുടെ നില തൃപ്തികരം. ഒരാഴ്ചയ്ക്കുള്ളിൽ കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് 4.25 മണിക്കൂർ കൊണ്ടാണ് കുട്ടിയെ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. അന്ത്യ അത്താഴത്തിനു മുമ്പായി യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കൊല്ലത്ത് ബിജെപിയുടെ അടിയന്തര നേതൃയോഗം വിളിച്ചു. വോട്ട് മറിക്കാൻ ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടക്കുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ആരാണ് യോഗം കൂടുന്നത്? ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും? എന്താണ് കാരണം? വിവരങ്ങൾ. കൊല്ലത്ത് ബിജെപിയുടേത് ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്നും പാർട്ടി വോട്ടുകൾ ചോരുന്ന സാഹചര്യമുണ്ട് എന്നും വളരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇത് പാർട്ടിയുടെ ബിജെപിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്ന് തന്നെ, അതായത് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ ഇത്തരം ഒരു ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തു. സമാന്തരമായ യോഗവും ഇന്നലെ ചേർന്നിരുന്നു. ഇത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് ഇന്ന് ബിജെപി അതിന്റെ ജില്ലാ തലത്തിൽ ലോക്സഭാ മണ്ഡലം തലത്തിൽ കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ യോഗവും ഇത് 5 മണിക്ക് ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം രാത്രി 8 മണിയോടുകൂടി ബിജെപിയുടെ ജില്ലാതല കോർ കമ്മിറ്റി യോഗവും ചേരണമെന്നാണ് തീരുമാനം. ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലായിരിക്കും 2 യോഗവും ചേരുക. കാരണം ബിജെപി വോട്ട് മറിക്കുന്നു എന്നൊരു ആക്ഷേപം, UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിക്കുന്നു എന്നൊരു ആക്ഷേപം ഉണ്ട്. LDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തന്നെ LDF ഇത്തരമൊരു ആക്ഷേപവുമായി എത്തുകയും ചെയ്തു, മുന്നോട്ട് വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ബിജെപിയിൽ നിന്ന് തന്നെ ഇത്തരം ഒരു വിമർശനം ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് ബിജെപി ഇപ്പോൾ അടിയന്തരമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരം 2 യോഗങ്ങൾ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗമാണ് ചേരുക. ഇത് വൈകിട്ട് 5 മണിയോടുകൂടിയായിരിക്കും ചേരുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രണ്ടാമത്തേത് ബിജെപിയുടെ ജില്ലാതല കോർ കമ്മിറ്റി യോഗമാണ്. ഇത് രാത്രി 9 മണിയോടുകൂടിയായിരിക്കും ഈ യോഗവും ചേരുക. ഇത് സംബന്ധിച്ച് ഈ യോഗം സംബന്ധിച്ച് ബിജെപിയുടെ ജില്ലാ നേതൃത്വവുമായി നമ്മൾ ബന്ധപ്പെട്ടുവെങ്കിലും അതിന്റെ അത്തരമൊരു യോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തെങ്കിലും വ്യക്തമാക്കാൻ ഇത്തരത്തിലൊരു അട്ടിമറി നടക്കുന്നതിൽ സംസ്ഥാന നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയതായി അറിയാമോ? ഇതിൽ സംസ്ഥാന നേതൃത്വം തന്നെ, അതായത് ഇത് മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വന്ന സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ശിവൻകുട്ടിയെ തന്നെ നേരിട്ട് അയക്കുകയും ഇന്ന് അടിയന്തരമായി കമ്മിറ്റി കൂടാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഈ കമ്മിറ്റിയിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഒപ്പം മണ്ഡലം പ്രസിഡന്റുമാരെയും
അത് ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന 7 മണ്ഡലം കമ്മിറ്റികളുടെയും പ്രസിഡന്റുമാരെയും വിളിച്ചിട്ടുണ്ട്. ഇവരാണ് ഈ യോഗങ്ങളിൽ ഈ ആദ്യ യോഗത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഇതിലായിരിക്കും ഈ ഇത്തരം ആക്ഷേപം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നടക്കുന്ന കാര്യങ്ങളിൽ ബി ജെ പി നേതൃയോഗങ്ങൾ തീരുമാനമെടുക്കുക. മാത്രമല്ല ഈ ആക്ഷേപത്തെ എങ്ങനെ നേരിടാം എന്ന കാര്യവും അവർ ആലോചിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF ഇതിൽ ആരോപണമായി BJP-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തന്നെ LDF മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യം BJP-യുടെ സ്ഥാനാർത്ഥി വളരെ ദുർബലനാണ്, ഇത് UDF സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് എന്നൊരു വളരെ വലിയൊരു ആക്ഷേപം ഉയർത്തിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകൾ BJP-ക്ക് നേടാനാകുന്ന സാഹചര്യമുണ്ടായി. ചാത്തന്നൂർ മണ്ഡലത്തിൽ മാത്രം BJP NDA മുന്നണി സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. പക്ഷെ അത്ര വലിയൊരു മുന്നേറ്റം. BJP-യുടെ അടിയന്തര യോഗം ചേരുന്നു. വോട്ട് മറിക്കാൻ ശ്രമമെന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് യോഗം ചേരുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.